السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين. صدق الله العلي العظيم. ഏറ്റവും സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു തആല നമ്മിൽ നിന്ന് ഇത് സ്വീകരിക്കുമാറാകട്ടെ. നാം പറയുന്നതും കേൾക്കുന്നതുമെല്ലാം രണ്ടു ലോകത്തും ഉപകരിക്കുന്ന സൽക്കർമ്മമായി അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഖസസിലെ 83-ാമത്തെ ആയത്താണ് ഞാനിവിടെ പാരായണം ചെയ്തത്. അല്ലാഹുവിൻ്റെ വലിയ സ്ഥാനം ലഭിച്ച ആളുകളാണ് നമ്മൾ, മനുഷ്യരാകുന്ന നമ്മൾ. അല്ലാഹുവിൻ്റെ അടുക്കൽ വലിയ ബഹുമതിയുള്ളവരാണ് നമ്മൾ. നമുക്ക് നമ്മുടെ വലുപ്പത്തെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. അല്ലാഹുവിൻ്റെ ആദരണീയരായ സൃഷ്ടികളാണ് മനുഷ്യർ എന്ന് പറയുന്നത്. നമ്മെ സൃഷ്ടിച്ചത് തന്നെ അല്ലാഹുവിന് നന്ദി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ടല്ലോ, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അല്ലാഹുവിൻ്റെ സൃഷ്ടികളിൽ ജിന്ന് വർഗത്തെയും മനുഷ്യവർഗത്തെയും അല്ലാഹു സംവിധാനിച്ചത്, സൃഷ്ടിച്ചത് അവനെ ആരാധിക്കാൻ വേണ്ടിയാണ്, നന്ദി ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അല്ലാഹുവിൻ്റെ സൃഷ്ടികളിൽ വളരെ പ്രധാനപ്പെട്ട ബഹുമതിയുള്ള നമ്മൾ, ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം അല്ലെങ്കിൽ മർമ്മപ്രധാനമായ ലക്ഷ്യമെന്ന് പറയുന്നത് അവൻ്റെ സൃഷ്ടാവിനെ കണ്ടുമുട്ടുക എന്നതാണ്. ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം അത് അല്ലാഹുവിനെ കാണുക എന്നതാണ്. അല്ലാഹുവിനെ എങ്ങനെയാണ് കാണാൻ കഴിയുക? ഭൂമി ലോകത്ത് നമുക്ക് കാണാൻ കഴിയില്ല. അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നാൽ നമുക്ക് അതിനുള്ള അവസരമില്ല. എന്നാൽ സ്വർഗത്തിൽ അല്ലാഹുവിനെ കാണാൻ നമുക്ക് കഴിയും. സ്വർഗം ലഭിക്കണമെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അതാണ് വിശുദ്ധമായ ഈ സൂറത്തുൽ ഖസസിലെ 83-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നത്. സ്വർഗം സംവിധാനിച്ചിരിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? തിൽക്കദ്ദാറുൽ ആഖിറത്തു നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലൂവൻ ഫിൽ അർളി വലാ ഫസാദാ. തിൽക്കദ്ദാറുൽ ആഖിറത്തു എന്ന് പറഞ്ഞാൽ അത് സ്വർഗമാണ്. അതിനെ അല്ലാഹു തആല തയ്യാർ ചെയ്തു വെച്ചിരിക്കുന്നത്, ഒരുക്കി വെച്ചിരിക്കുന്നത് ലാ യുരീദൂന ഉലൂവൻ ഫിൽ അർളി വലാ ഫസാദാ. ഭൂമിയിൽ ഔന്നിത്യം നടിക്കാത്ത ആളുകളാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചിട്ട് മഹാന്മാരായ മുഫസ്സിറുകൾ ധാരാളം വിശദീകരണങ്ങൾ എഴുതിയിട്ടുണ്ട്. ഉലുവ് എന്ന പദത്തിന് മഹാനായ മാവർദി ഇമാം 6 തഫ്സീർ, 6 വീക്ഷണങ്ങൾ പറയുന്നുണ്ട്. അതിൽ പെരുമ നടിക്കുക, അഹങ്കാരം നടിക്കുക, ശിർക്ക് എന്നിങ്ങനെ വ്യത്യസ്തമായ അർത്ഥം കാണാൻ കഴിയും. ഒരു മുഅ്മിനായ മനുഷ്യന് ഒരിക്കലും സാധ്യമാകാത്ത ഒന്നാണ് പെരുമ നടിക്കുക. ഔന്നിത്യമുള്ള ആളുകൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ വലാ ഫസാദ,
ഭൂമിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, കുഴപ്പങ്ങൾ ഉണ്ടാക്കുക. ഒരു മുസ്ലിമായ മനുഷ്യന് അക്രമങ്ങൾക്കോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനോ മറ്റൊരു മനുഷ്യന് തൻ്റെ ഭാഗത്തു നിന്ന് ഒരു അനിഷ്ടകരമായ ഒന്നും തന്നെ ഉണ്ടാകാൻ പാടില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദാ അറഫ ദിനത്തിൽ അവിടുത്തെ പ്രസംഗത്തിൽ പറഞ്ഞല്ലോ, ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവന്റെ അഭിമാനത്തിൽ ക്ഷത പോലും ഏൽപ്പിക്കാൻ പാടില്ല എന്നതാണ്. വെറും അക്രമം എന്ന് പറയുന്നത് വേദനിപ്പിക്കുക അല്ലെങ്കിൽ മർദ്ദനം എന്നതല്ല. അവന്റെ നാവ് കൊണ്ട് തനിക്ക് എത്രമാത്രം വേദനയുണ്ടാക്കുന്നോ, തന്നെ-കുറിച്ച് എത്രമാത്രം വേദനകൾ ഉണ്ടാക്കുന്നുവോ എന്നതുപോലെ മറ്റൊരു മനുഷ്യനെ കുറിച്ച് ഒരു നിലക്കും അവന് ഇഷ്ടമില്ലാത്തൊരു കാര്യം പോലും പറയാൻ പാടില്ല. അത്തരത്തിൽ അവന്റെ പ്രവർത്തനങ്ങൾ സൂക്ഷ്മമായിരിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വിശുദ്ധ ഇസ്ലാമിന്റെ വീക്ഷണം എത്രമേൽ മനോഹരമാണ്. ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അവനെ മർദ്ദിക്കുക എന്നതിനപ്പുറത്തേക്ക് അവന്റെ അഭിമാനത്തിൽ പോലും ക്ഷതമേൽപ്പിക്കാൻ പാടില്ല എന്നതാണ്. ഇത്തരത്തിലൊക്കെ ജീവിച്ച ആളുകൾക്കാണ് സ്വർഗം അല്ലാഹു തആല സംവിധാനിച്ചിട്ടുള്ളത്. ശേഷം പറയുന്നു, വൽആഖിബത്തു ലിൽമുത്തഖീൻ, അവസാന വിജയം, ശാശ്വതമായ വിജയം അത് മുത്തഖീങ്ങൾക്കുള്ളതാണ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് അല്ലാഹുവിനെ പേടിച്ച് അവന്റെ വിധിവിലക്കുകളെ അംഗീകരിച്ചു ജീവിച്ച ആളുകൾക്കാണ് അവസാന വിജയം. അതാണ് ശാശ്വതമായ വിജയം. നമുക്ക് ദുനിയാവിൽ ഒരുപാട് വിജയങ്ങൾ സമ്പാദിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടാകും. അതൊന്നും ശാശ്വതമായ വിജയമല്ല. അതിന് ശേഷമൊക്കെ പരാജയങ്ങൾ സംഭവിക്കാം. എന്നാൽ ശാശ്വതമായ വിജയം അത് മുത്തഖീങ്ങൾക്കുള്ളതാണ്. മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ്? അല്ലാഹുവിനെ പേടിച്ച് അവന്റെ വിധിവിലക്കുകൾ അംഗീകരിച്ചുകൊണ്ട് ജീവിച്ച നല്ല മനുഷ്യന്മാരാണ്. അവർക്കാണ് അവസാന അന്തിമ ശാശ്വതമായ വിജയമുള്ളത്. ഈ ആയത്ത് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ചരിത്രത്തിൽ കാണാം. ഈ ആയത്തോതി അങ്ങാടിയിലൂടെ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നടക്കാറുണ്ടായിരുന്നു. കച്ചവടക്കാരെ മുന്നിലും മഹാനവറുകൾ ഖലീഫയായിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ മഹാനവറുകൾ അങ്ങാടിയിലൂടെ ഇങ്ങനെ നടക്കും. എന്നിട്ട് ആളുകളോട് ഈ ആയത്ത് ഇങ്ങനെ ഊതിക്കൊടുക്കും. നിങ്ങൾ ഭൂമിയിൽ പ്രശ്നമുണ്ടാക്കരുത്, ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത്, നിങ്ങൾ അഹങ്കാരം നടിക്കരുത്, നിങ്ങൾ ശിർക്ക് ചെയ്യരുത്, അല്ലാഹുവിനെ അല്ലാതെ മറ്റൊരാളെയും ആരാധിക്കരുത് എന്ന് പറഞ്ഞ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ അങ്ങാടിയിലൂടെ നടക്കാറുണ്ടായിരുന്നു എന്ന് മഹാനായ ജലാലുദ്ദീൻ സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ദുർറുൽ മൻസൂർ എന്ന് പറയുന്ന കിതാബിൽ പറയുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും ഒരു മനുഷ്യന് കിബർ നടിക്കാൻ, അഹങ്കാരം നടിക്കാൻ സാധ്യമല്ല. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ ലക്ഷണമായി പറഞ്ഞ ഒന്നാമത്തെ അടയാളം എന്തായിരുന്നു? ഭൂമിയിൽ വിനയാനിതനായി നടക്കുന്ന മനുഷ്യന്മാരാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവന്റെ ഇബാദുർ റഹ്മയെ കുറിച്ച് പരിചയപ്പെടുത്തിയത് ഭൂമിയിൽ വിനയാനിതനായി നടക്കുന്ന മനുഷ്യന്മാർ. അപ്പോൾ ഒരു നിലക്കും നമുക്ക് ഔന്നിത്യം, ഞാൻ നല്ലവനാണ് അല്ലെങ്കിൽ ഞാൻ വലിയവനാണ് എന്ന ഒരു ചിന്ത നമ്മുടെ ഖൽബിൽ ഉണ്ടാവാനേ പാടില്ല. നമുക്ക് എപ്പോഴും എളിമയുണ്ടായിരിക്കണം. അല്ലാഹുവിന്റെ ആദരണീയരായ സൃഷ്ടിയാണ് മനുഷ്യൻ എന്ന ബഹുമതി നമുക്കുണ്ട് എങ്കിൽ പോലും അതുകൊണ്ട് ഞാൻ നല്ലവനാണ് അല്ലെങ്കിൽ ഞാൻ വളരെ ഉഷാറാണ് എന്ന
ചിന്ത നമ്മുടെ ഖൽബിൽ വന്നാൽ അത് കിബിറിന്റെ ലക്ഷണമാണ്. മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഇഹ്യായിൽ പറഞ്ഞതായി കാണാം, മറ്റൊരാളെ സംബന്ധിച്ച് മറ്റൊരാളെക്കാൾ ഞാൻ നല്ലവനാണ് എന്ന ഒരു ചിന്ത ഒരു വിശ്വാസിയുടെ ഖൽബിൽ വരുന്നുണ്ടെങ്കിൽ അവൻ ഫഹുവ മുതക്കബ്ബിറുൻ, അവൻ കിബറുള്ള ആളാണ് എന്നാണ്. വിശുദ്ധമായ ഖുർആൻ വളരെ പേരെടുത്തു പറഞ്ഞ് പരാമർശിച്ച ആളാണ് ഫിർഔൻ എന്ന് പറയുന്ന മനുഷ്യൻ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അള്ളാഹുവിനെ ധിക്കരിക്കുകയും അന റബ്ബുക്കുമുൽ അഅ്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത വലിയ ധിക്കാരിയായിരുന്നു ഫിർഔൻ. ആ ഫിർഔനിനെക്കാളും ഞാൻ നല്ലവനാണ് എന്ന് ഒരു മനുഷ്യൻ ചിന്തിച്ചാൽ ഫഹുവ മുതക്കബ്ബിറുൻ, അവൻ കിബറുള്ള ആളാണ് എന്നാണ് മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഒരു നിലക്കും നമുക്ക് അത്തരത്തിലുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ വന്നു പോകാൻ പാടില്ല. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈമാനിന് എവിടെയോ ഒരു കോട്ടം പറ്റിയിട്ടുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, ഭൂമിയിൽ പ്രശ്നങ്ങൾ നമ്മൾ കാരണം ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫസാദ് എന്ന് പറഞ്ഞാൽ അക്രമം. അത് അക്രമം എന്ന് പറയുന്നത് അവന്റെ ശരീരത്തെ വ്രണപ്പെടുത്തുക എന്നത് മാത്രമല്ല, അവന്റെ അഭിമാനത്തിൽ പോലും ക്ഷതമേൽപ്പിക്കാൻ നമുക്ക് പാടില്ല. അതാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറഫ പ്രഭാഷണത്തിൽ 1948 ലോക മനുഷ്യാവകാശ നിയമം നടവിൽ വരുന്നത്. എന്നാൽ അതിനേക്കാൾ 1500 വർഷം മുന്നേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപനം നടത്തിയിരുന്നല്ലോ, ഇന്ന ദിമാഅക്കും വ അംവാലക്കും വ അഅറാദുക്കും ഹറാം അലൈക്കും ഹറാം കഹുർമത്തി യൗമിക്കും ഹാദാ ഫീ ഷഹരിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ. നിങ്ങളുടെ സ്വത്തുകളും അതുപോലെ തന്നെ നിങ്ങളുടെ രക്തവും നിങ്ങളുടെ മേൽ ഹറാമാണ് എന്നാണ്. ഏതുപോലെ ഈ ദിവസം, ഈ സ്ഥലം, ഇതൊക്കെ നിങ്ങളുടെ മേൽ ഹറാമായതുപോലെ, പവിത്രമായതുപോലെ, ഹറാം എന്ന് പറഞ്ഞാൽ പവിത്രമായതുപോലെ ഒരാളുടെയും രക്തത്തിലോ അല്ലെങ്കിൽ അവന്റെ അഭിമാനത്തിലോ ക്ഷതമേൽപ്പിക്കാൻ പാടില്ല എന്നതാണ്. ഇങ്ങനൊക്കെ സൂക്ഷ്മതയോടുകൂടി ജീവിച്ച ആളുകൾക്കാണ് അല്ലാഹു തആല സ്വർഗം സംവിധാനിച്ചിട്ടുള്ളത്. ആ സ്വർഗം ലഭിക്കുന്ന മഹാൻ ഭാഗ്യവാന്മാരിൽ അല്ലാഹു സാധുക്കളായ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഒരു വിശ്വാസി, ഒരു മുസ്ലിമായ മനുഷ്യൻ ഒരിക്കലും ഒരു അക്രമിയാകുകയില്ല. അക്രമത്തെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. അക്രമത്തെ പാടെ നിരാകരിക്കുകയാണ് ഇസ്ലാം ചെയ്യുന്നത്. അതുകൊണ്ടാണല്ലോ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത്. അതുകൊണ്ട് നമ്മളൊക്കെ വിനയമുള്ള ആളുകളായി ദുനിയാവിൽ, ഭൂമിയിൽ ജീവിക്കണം. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ കാലം മാത്രമേ നമ്മൾ ജീവിക്കുന്നുള്ളൂ. വളരെ കുറഞ്ഞ കാലം മാത്രമേ നമ്മൾ ഈ ഭൂമി ലോകത്ത് ജീവിക്കുന്നുള്ളൂ. മഹാന്മാർ പാടി വെച്ചല്ലോ, അലാ ഇന്നമൽ ഇൻസാനു ളൈഫുൻ ലിഅഹ്ലിഹി യുഖീമു ഖലീലൻ ഇൻദഹും സുമ്മ യുർഹലൂ. അലാ, നിങ്ങൾ അറിയണം, ഇന്നമൽ ഇൻസാനു ളൈഫുൻ ലിഅഹ്ലിഹി, മനുഷ്യൻ എന്ന് പറയുന്നത്, മനുഷ്യൻ അവന്റെ അഹ്ലുകാരിലേക്ക്, അവന്റെ പ്രിയപ്പെട്ടവരിലേക്കുള്ള ഒരു വിരുന്നുകാരനാണ്. നമ്മൾ ഈ ഭൂമി ലോകത്തേക്ക് വന്നത് ഒരു വിരുന്നുകാരനാണ്. വിരുന്നുകാരൻ എന്ന് പറഞ്ഞാൽ ആരാണ്? അവൻ അധികകാലം ഈ ഭൂമിയിൽ ഉണ്ടാവുകയില്ല. കുറഞ്ഞ കാലം മാത്രമേ നമ്മൾ ജീവിക്കുകയുള്ളൂ. അലാ ഇന്നമൽ ഇൻസാനു ളൈഫുൻ ലിഅഹ്ലിഹി യുഖീമു ഖലീലൻ ഇൻദഹും സുമ്മ യുർഹലൂ. അവരുടെ അഹ്ലുകാരുടെ അടുത്ത് യുഖീമു ഖലീലൻ ഇൻദഹും,
അവരുടെ അടുക്കൽ കുറഞ്ഞ കാലം നമ്മൾ ജീവിക്കും, പിന്നെ നമ്മളെ യാത്ര അയക്കപ്പെടും. അപ്പോൾ വളരെ കുറഞ്ഞ കാലം മാത്രമേ നമ്മൾ ഈ ഭൂമി ലോകത്തുള്ളൂ. ആ ജീവിക്കുന്ന കാലം നമ്മുടെ ജീവിതം വളരെ മനോഹരമായിരിക്കണം. ആരെയും നമ്മൾ ആക്രമിക്കാനോ അപകീർത്തിപ്പെടുത്താനോ മറ്റു നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രശ്നം കൊണ്ട് ഒരു വിശ്വാസി അല്ലാത്ത ആളുകളും ആർക്കും ഒരു പ്രയാസം ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ പ്രയാസം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ യഥാർത്ഥ വിശ്വാസിയാവുന്നില്ല. അങ്ങനെ ജീവിച്ച ആളുകൾക്കാണ് അല്ലാഹുവിൻ്റെ ഉന്നതമായ സ്വർഗമുള്ളത്. ആ സ്വർഗത്തിൽ കടക്കുന്ന മഹാൻ ഭാഗ്യവാന്മാരിൽ സാധുക്കളായ നമ്മെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതം ഹൈറുള്ള കാലത്തോളം അല്ലാഹുവിൻ്റെ പൊരുത്തത്തിലായി ജീവിക്കാനും മരണം ഹൈറാകുന്ന സമയത്ത് പരിപൂർണമായ ഈമാനോടുകൂടെയുള്ള സലാമത്തിനും അല്ലാഹു തആല നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.